ഹായ്. മഴയൊക്കെ ആയില്ലേ? നമുക്കിനി നല്ല സൂപ്പ് കുടിക്കാനൊക്കെ നല്ല ബെസ്റ്റ് ടൈമല്ലേ? അപ്പം നമുക്ക് ഈ കോണ് കൊണ്ട് നമുക്ക് ഫ്രോസൺ ചെയ്ത് വെക്കാം. സ്വീറ്റ് കോണ്. ഇപ്പോൾ എനിക്കിത് കൊണ്ട് വെച്ചിട്ടൊരു 4-5 ദിവസമായിട്ടോ. ഓരോ കാരണങ്ങളാൽ അങ്ങ് നീണ്ട് പോയി. ഇത് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഇതേ കണ്ടോ, ഇതുപോലെ ചിലയിടത്തൊക്കെ ചെറിയ പ്രശ്നമുണ്ട്. പക്ഷേ ഇത് പൊളിച്ചെടുത്ത് വന്നപ്പം വലിയ കുഴപ്പമില്ല കേട്ടോ. നമ്മൾ ഈ കണ്ടത് മാത്രമേ ഉള്ളൂ. കണ്ടോ, വേറെ വലിയ വിഷയങ്ങളൊന്നുമില്ല. അവിടെ മാത്രം കുറച്ച് വിഷയമുള്ളൂ കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അടർത്തിയെടുക്കണം. അടർത്തിയെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കത്തിയൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇത് റെഡിയാക്കി എടുത്തത്. ഇനി ഇത് ഞാനൊന്ന് കഴുകിയെടുത്തിട്ട് നമുക്കിനി ഇതാ ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് വെട്ടിത്തിളച്ചു. ഈ വെട്ടിത്തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് നമുക്ക് ഈ നമ്മുടെ കോണ് ചേർത്ത് കൊടുക്കാം. കണ്ടോ, ചെറിയതായിട്ട് ചിലതൊക്കെ ഒന്ന് പൊട്ടിപ്പോയിട്ടുണ്ട്. അത് നമുക്ക് ഇങ്ങനെ മുകളിൽ വരുമ്പോൾ അതൊന്ന് കോരിക്കളഞ്ഞാൽ മതി. അപ്പോൾ ഇതൊരു 3 മിനിറ്റ് മാത്രം നമ്മളിടുക, ഈ തിളച്ച വെള്ളത്തിലിടുക. എന്നിട്ട് ഇനി നമുക്ക് ഐസ് വാട്ടർ കൂടി ഇപ്പുറത്ത് റെഡിയാക്കി വെക്കണം. കുറച്ച് ഐസും കൂടെ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലും നമ്മളൊരു 3 മിനിറ്റ്, അതിൽ കൂടുതൽ ഇടണ്ട. ചൂടുവെള്ളത്തിൽ, തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിൽ 3 മിനിറ്റ്, അതുപോലെ ഈ ഐസ് വാട്ടറിൽ 3 മിനിറ്റ് ഇട്ടാൽ മതി. ഈ പുറത്തുനിന്ന് വാങ്ങുന്ന ഫ്രോസൺ കോണുണ്ടല്ലോ, എനിക്ക് അത്ര ഒരു രസമായിട്ട് തോന്നാറില്ല. ഒരു ഹാർഡായിട്ട് തോന്നും. ഇത് പക്ഷേ ഞാനൊന്ന് കടിച്ച് നോക്കിയിട്ടോ, കുറച്ച് 2-3-4 ദിവസം ഇരുന്നത് കൊണ്ട് ഞാൻ വിചാരിച്ചൊരു ഹാർഡായിട്ടുണ്ടാകും. ഒട്ടും ഹാർഡായിട്ടില്ല കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നല്ല ജ്യൂസൊക്കെ ഉള്ളതുപോലെ തോന്നിയിട്ട് അതിൽ നിന്ന്. അപ്പോൾ അതായത് ഇവിടെ ഞാൻ ഐസ് വാട്ടറിലേക്ക് ഇട്ടിട്ട് 3 മിനിറ്റ് ശേഷം ഇങ്ങോട്ട് ഈ സ്ട്രെയിനറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഐസ് നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെന്ന് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തണുത്ത് വരും. ഇനി നമുക്കിത് ഒരുപാട് സമയം ഇങ്ങനെ പുറത്ത് വെക്കണ്ട. ഈ വെള്ളം നന്നായിട്ട് വാർന്നു പോയതിന് ശേഷം, ഇനി വെള്ളം ശരിക്ക് പോയിട്ടില്ലെങ്കിൽ നമുക്ക് ഒരു കോട്ടൺ ടവൽ കൊണ്ട് ഒന്ന് ഒപ്പിയെടുക്കാം. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല. എനിക്കിത് കുറച്ച് നാൾ പെട്ടെന്ന് തന്നെ തീരും കേട്ടോ. ഇപ്പോൾ ഒരു 2 മാസമൊക്കെ എന്നാലും ഉണ്ടാകും. കാരണം നമ്മൾ സൂപ്പ് ഉണ്ടാക്കുമ്പം എന്നും കോൺ സൂപ്പ് ആയിരിക്കത്തില്ലല്ലോ ഉണ്ടാക്കുന്നത്. ചീര സൂപ്പോ അല്ലെങ്കിൽ ചിക്കൻ സൂപ്പോ അങ്ങനെ വെജിറ്റബിൾ അങ്ങനെ എന്തെങ്കിലും സൂപ്പുകൾ ഉണ്ടാക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 മാസമൊക്കെ എനിക്ക് എന്തായാലും ഉണ്ടാവും ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് കോട്ടൺ കൊണ്ട് ഒപ്പിയെടുക്കുന്നില്ല, കോട്ടൺ തുണി കൊണ്ട്. അപ്പോൾ ഞാനൊന്ന് 1-2 എടുത്തുനിന്ന് കടിച്ച് നോക്കിയിട്ട് നല്ല പാകത്തിന് വെന്തിട്ടുമുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു കണ്ടെയ്നറിലേക്ക് മാറ്റാം. ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നറാണിത്. ഈ ഒരു ടിന്നിലേക്ക് നമുക്കിത് മാറ്റി കൊടുക്കാം. ഇത് ഞാൻ ഫ്രീസറിൽ തന്നെ കേട്ടോ വെച്ചിരുന്നത്. അതുകൊണ്ടാണ് തണുപ്പ് കണ്ടത് കേട്ടോ. ഞാൻ ഇങ്ങനെ നമ്മുടെ ഫ്രീസറിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങളൊന്നും അങ്ങനെ പുറത്തെടുത്ത് വയ്ക്കാറില്ല. കാരണം നമ്മൾ പിന്നെ അത് വേറൊന്നും എടുത്ത് പിന്നെ അതുപോലെ നോക്കി നടക്കണ്ട. അതുകൊണ്ട് അതിൽ തന്നെ അങ്ങ് വെക്കും ഞാൻ കേട്ടത്, കാലിയാകുന്ന സമയത്തും. അപ്പോൾ അതിലേക്ക് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടങ്ങ് അടച്ചിട്ട് വയ്ക്കാം. സിപ്ലോ കവറിൽ വേണമെങ്കിലും ആക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതായതുകൊണ്ട് നമുക്ക് ഇളക്കിയെടുക്കാനൊന്നും വലിയ ബുദ്ധിമുട്ടില്ല. നല്ല കറക്റ്റായിട്ട് വെന്ത് നല്ല പാകത്തിന് കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ സിപ്ലോ കവറിലാക്കി കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമുക്ക് കുറച്ച് കൊച്ചിനകത്താക്കി വെച്ചാൽ, കൊച്ചു സിപ്ലോ കവറാണ്, ഓരോന്നോരോന്ന് എടുക്കാം. ഇതിപ്പം ഇളകി വരാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, അങ്ങനെ ഒരുപാട് കട്ട പിടിക്കുകയൊന്നുമില്ല. ഇനി നമുക്കിത് ഫ്രീസറിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ. ആ ഡബ്ബകൾ 2 സത്യത്തിൽ ഞാൻ ഇപ്പോഴാണ് കേട്ടോ ശ്രദ്ധിക്കുന്നത്. ആ സ്റ്റിക്കറിൻ്റെ കറയാണ് കേട്ടോ അത്. ഇത് കഴുകുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടില്ല, ഭയങ്കര കട്ടി പിടിച്ചിരിക്കുന്ന ഒരു സൈസ് പശയാണത് കേട്ടോ. അതും നേരത്തെ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള ഗ്രീൻ പീസും അതുപോലെ കോണും കാണാം കേട്ടോ, താഴെ കണ്ട ടിന്നുകൾ. ഇനി അടുത്ത് നമ്മൾ ചെയ്യുന്ന ഈ ചീമച്ചക്ക കൊണ്ട്, നമ്മുടെ നാട്ടിൽ കടച്ചക്ക എന്ന് കേട്ടോ പറയും, ഈ കടച്ചക്ക കൊണ്ട് നല്ലൊരു മസാലക്കറിയാണ് വയ്ക്കുന്നത് കേട്ടോ. നല്ല സൂപ്പർ മസാലക്കറിയാണ്. എൻ്റെ അമ്മ വെച്ച് തന്നിട്ടുള്ള ഒരു കിടിലൻ കറി തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ഒരു വലുപ്പത്തിൽ ഞാനത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ പകുതി മാത്രമേ എടുത്തുള്ളൂ കേട്ടോ, ഫുള്ളായിട്ട് എടുത്തിട്ടില്ല. ഇത്ര വലുപ്പത്തിൽ. ഇനിയും നമ്മൾ എടുക്കുന്നത് ഒരു 3 പച്ചമുളക് ആ വലുപ്പത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 8-10 ചെറിയ ഉള്ളി അതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തേങ്ങ, ഒരു തേങ്ങയല്ല, ഒരു തേങ്ങയുടെ ഒരു 1/4 ഭാഗം. അപ്പോൾ ഇത്രയായപ്പോൾ നമ്മുടെ ഇടവേളയുടെ സമയമായിട്ടുണ്ട്. ഇന്ന് എനർജി വരുത്താനൊക്കെ ആയിട്ട് ചെയ്യുന്നത് നല്ല ഇലയപ്പം കേട്ടോ. ചക്ക വെച്ചിട്ടുണ്ടാക്കിയ ചക്കയപ്പം ഇല്ല, അത് നല്ല നൈസായിട്ടൊക്കെ പരത്തിയെടുത്ത് തലേ ദിവസം ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ. ഇത് പിറ്റേ ദിവസം കഴിക്കുമ്പോഴാണ് നല്ല കിടില ടേസ്റ്റ്. അപ്പോൾ ഇതിൻ്റെ കൂടെ കട്ടൻ ചായ ഒന്നുമല്ല, ചൂട് വെള്ളമാണ് കേട്ടോ കുടിക്കുന്നത്. അപ്പോൾ അത് കുടിച്ചിട്ട് നല്ല എനർജിയൊക്കെ ആയതിന് ശേഷം വീണ്ടും ഞാൻ എൻ്റെ ജോലി തുടങ്ങുകയാണ്. ഇനി നമ്മൾ എല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇനി ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ട് അല്പം കറിവേപ്പില ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ച ചെറിയ ഉള്ളി, തേങ്ങ ഇത്രയും ചേർത്ത് കൊടുത്തിട്ട്
മെല്ലെ ഒന്ന് വഴന്ന് വരുന്ന സമയത്താണ് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് അങ്ങോട്ട് വഴറ്റി അങ്ങോട്ട് ഫ്രൈ ആക്കി ചുമക്കുക അങ്ങനെയൊന്നും വേണ്ട കേട്ടോ. ഒരു 5 മിനിറ്റ് അത്രയും മതിയാവും ലോ ഫ്ലെയിമിലിട്ടിട്ട്. അപ്പോൾ ഇടയ്ക്ക് ഇതിങ്ങനെ കഴിക്കുന്നുണ്ട്. ഒരു അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ ഈ ഇലയപ്പത്തിൻ്റെ. എപ്പോഴെങ്കിലുമൊക്കെ ഞാൻ ഉണ്ടാക്കുള്ളൂ കേട്ടോ. ഇതങ്ങനെ എപ്പോഴും ചക്ക നമുക്ക് വരിക്കച്ചക്ക ഉണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കി വെച്ചതാണ് ഇന്നലെ ഞാൻ. അപ്പോൾ ഇന്നായപ്പോഴാണ് അടിപൊളി ടേസ്റ്റ്. അപ്പോൾ ഇതിവിടെ ഒന്ന് വഴന്ന് വന്നപ്പോൾ ഞാൻ പച്ചമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ എൻ്റെ അമ്മ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ല കേട്ടോ ചേർത്തിട്ടുണ്ടായിരുന്നു. അമ്മ ആ സമയത്തൊക്കെ ഇഞ്ചി അരിഞ്ഞാണ് ചേർക്കുന്നത്. വെളുത്തുള്ളി ചേർക്കാറുമില്ല. ഇതിനകത്ത് ഇഞ്ചിയും കൂടെ അരിഞ്ഞ് ഇഞ്ചിയും കറിവേപ്പിലയും കൂടെ ഇട്ടാണ് വഴറ്റുന്നത് കണ്ടിട്ടുള്ളത് കേട്ടോ. ഇപ്പം ഞാനിതിനകത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചീമച്ചക്ക കറിയിൽ ഏറ്റവും എനിക്കിഷ്ടപ്പെട്ടൊരു ഐറ്റം ഇതാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ ഞാൻ പറഞ്ഞില്ലേ കടച്ചക്ക എന്നാണ് പറയുന്നത്. അത് ഇങ്ങനെ മാത്രമേ അവിടെ വെച്ച് ഞാൻ കണ്ടിട്ടുള്ളൂ. ഇവിടെ ട്രിവാൻഡ്രത്ത് തീയൽ വയ്ക്കും, തോരൻ വയ്ക്കും, ഇത് പുഴുങ്ങി തിന്നും. പക്ഷേ നമ്മുടെ അവിടെ ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഈ രീതിയിൽ വെക്കുക മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇനി നമ്മളിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ നിറച്ച് മുളക് പൊടിയും, പച്ചമുളക് നമ്മൾ ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ ഇത്രയും മുളക് പൊടി മതി. ഇത്രയും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഒരല്പം ഗരം മസാല കൂടെയും ചേർത്തിട്ടുണ്ടായിരുന്നു. ഇത് നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം ഈ പൊടികളെല്ലാം നന്നായിട്ട് ഫ്രൈ ആയതിന് ശേഷം ഒരു തേങ്ങയുടെ പകുതിയിൽ നിന്ന് പിഴിഞ്ഞെടുത്ത 2ാം പാലാണ് കേട്ടോ ഇത്. ഇതങ്ങ് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് അപ്പം, ഇടിയപ്പം, ചോറ് ഇതിൻ്റെയൊക്കെ കൂടെ സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഈ അരപ്പ് നല്ല റെഡിയാക്കിയതിന് ശേഷമാണ് നമ്മളിതിലേക്ക് നമ്മുടെ കടച്ചക്ക ചേർത്ത് കൊടുക്കുന്നത്. ഇതിൽ കിടന്നിട്ടാണ് ഈ കടച്ചക്ക വെന്ത് വരാനുള്ളത്. ഇത് ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഈ വെള്ളം പോരാ കേട്ടോ. അപ്പം നമുക്ക് ഈ വെള്ളത്തിൽ ഇത് വെന്ത് വരില്ല. നമുക്ക് നോക്കാം, ഇത് ഒന്ന് തിളച്ചൊക്കെ വരുമ്പോഴത്തേക്ക് ഈ വെള്ളം പോരാന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അത് പോരാ. തിളച്ച് വന്നപ്പോൾ മനസ്സിലായി ഇത് കുറച്ചും കൂടെ വേകാനുണ്ട്. ഒരല്പം വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിത് പുറത്തുനിന്ന് വാങ്ങി കടച്ചക്കയാണ്. എത്രമാത്രം വേവുണ്ടെന്നുള്ളത് നമുക്കറിയില്ല. ചിലതാണെങ്കിൽ കുറച്ചധികം സമയം വേകേണ്ടി വരും. ഇത് എത്ര വേകുമെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ പെട്ടെന്ന് വെന്ത് വരുന്നതല്ല, എങ്കിലും നല്ലത് തന്നെയായിരുന്നു. അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തു. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് അടച്ച് വയ്ക്കുകയാണ്. ഉപ്പ് നമുക്കിപ്പോൾ ചേർക്കണ്ട, കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. എന്നിട്ട് വേവൊക്കെ നോക്കിയിട്ട് ഒരുവിധം വെന്ത് വരുന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പോഴും ഉപ്പ് ചേർത്താൽ മതി. ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ സമയം എടുക്കുമെന്നാണ് പറയുന്നത് വേവാനായിട്ട്. ഇപ്പോൾ അത് ഞാൻ നോക്കുകയാണ്. ഏകദേശം പെട്ടെന്ന്, ഇനി ഒരുപാട് സമയം എടുക്കത്തില്ല. അപ്പം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി പെട്ടെന്ന് തന്നെ വെന്തോളും. അതുകൊണ്ട് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്നങ്ങ് അടച്ച് വെച്ച് കൊടുക്കാം. വീണ്ടും ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ ഒരു കണ്ടീഷനിലായിട്ടുണ്ട്. ഇപ്പം നന്നായിട്ട് നമ്മുടെ ചീമച്ചക്ക അല്ലെങ്കിൽ കടച്ചക്ക ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ കടുക് വറുത്ത് ചേർക്കാം. ഞാനിപ്പോൾ കടുക് നല്ലതാണ്, കടുക് വറുത്ത് ചേർക്കുന്നത് നല്ലതായിരുന്നു. പക്ഷേ ഞാൻ ചേർക്കുന്നില്ല കേട്ടോ. ഒരുപാട് ഓയിൽ വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. അത്യാവശ്യം നല്ലതുപോലെ തന്നെ നമ്മൾ വെളിച്ചെണ്ണ ചേർത്തിട്ടാണ് ഇത് വഴറ്റി ചേർത്ത്. അതുകൊണ്ട് തന്നെ പിന്നെ തേങ്ങാപ്പാലുണ്ട്. അതുകൊണ്ട് ഒരല്പം ഹെൽത്തി ആയിട്ട് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ ചേർത്തത് 1ാം പാലാണ്. ഇതൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ആ തേങ്ങാക്കൊത്ത് കണ്ടപ്പോൾ ഒന്നുകൂടെ കടിക്കണമെന്ന് തോന്നി കേട്ടോ. ഇതിലെ തേങ്ങാക്കൊത്താണ് അടിപൊളി ടേസ്റ്റ്. ഇനിയിപ്പോൾ നമുക്ക് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് വീഡിയോയിൽ വന്നിട്ടില്ല. അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് നമുക്ക് ഒന്നങ്ങ് അടച്ച് വെച്ച് കൊടുക്കാം. നമ്മൾ തേങ്ങാപ്പാൽ ചേർത്തൽ ലോ ഫ്ലെയിമിലാണ് ഇതുവരെയും നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ ഒന്നുകൂടി തിളച്ചെന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നും ഇല്ല. ലോ ഫ്ലെയിം ആയതുകൊണ്ട് തന്നെ നമ്മൾ കൂടെ ഇളക്കി കൊടുക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. ഇനി നല്ലതുപോലെ നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരല്പം കറിവേപ്പിലയോട് ചേർത്തിട്ട് നമുക്കിത് അടച്ച് വയ്ക്കാം. അപ്പോൾ ഇന്നത്തെ വിഭവങ്ങളെല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയും പോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നല്ല പാകത്തിന് കുറുകി അടിപൊളിയായിട്ടുണ്ട്. താങ്ക് യു.